കുട്ടികൾക്ക് വേണ്ടി വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെ ചുറ്റുപാടുമുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് വരെ നമുക്ക്, പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അത് നമുക്ക് എത്ര താമസം വരുന്നോ അതിനനുസരിച്ച് അവരുടെ വാക്കുകളുടെ മൂർച്ചയും കൂടും. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ത്രീകൾക്കാണ്, അല്ലേ? ഭർത്താക്കന്മാരൊന്നും കേൾക്കുന്നില്ല. അവർക്കൊരു ക്വസ്റ്റ്യൻ വരും, എപ്പോഴും പ്രശ്നം ഭാര്യയ്ക്കാണ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ നേര് അല്ലെങ്കിൽ ഓരോ സ്ത്രീകളുടെയും നേർക്ക് വിരൽ ചൂണ്ടുന്നത്. ഭർത്താവ് എപ്പോഴും സേഫായിരിക്കും. യഥാർത്ഥത്തിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇവർക്ക് കുട്ടി ഉണ്ടാവാത്തത്. ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ്, പുരാണങ്ങളിലേക്ക് നോക്കൂ, എങ്ങനെയൊക്കെയാണ് ഒരു കുഞ്ഞ് ഉണ്ടായിട്ടുള്ളത്. രാമൻ എങ്ങനെയാണ് ജനിച്ചത്? രാമൻ്റെ സഹോദരന്മാരെങ്ങനെയാണ് ജനിച്ചത്? രാമൻ എത്ര അമ്മമാരുണ്ടായിരുന്നു, ഇല്ലേ? അതൊക്കെ എന്തിനാണ്? ഇപ്പോൾ ഈ നമ്മളൊക്കെ ഒന്നീ വായനയിലൂടെ അല്ലെങ്കിൽ കേൾവിയിലൂടെ ഈ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ ഞാൻ രാമൻ്റെ കാര്യം പറയുന്നത്, ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. അതെല്ലാം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള കഥകൾ? ഈ കഥകളെല്ലാം വായിച്ചതിന് ശേഷം ചിലപ്പം ആ വായിക്കുന്ന അമ്മായിയമ്മയായിരിക്കും മരുമകളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്, നിനക്ക് കുട്ടിയില്ല എന്നുള്ളത്. അത് അവരുടെ വിവരക്കേട് എന്ന് വിചാരിക്കുക, അല്ലേ? അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിഷമിക്കല്. ശ്രേഷ്ഠനായി കരുതുന്ന രാമൻ്റെ ജനനം അത് തന്നെ നമ്മുടെ മുന്നിൽ വലിയൊരു ഉദാഹരണമല്ലേ? നമുക്കെല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ ആരും നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയാലും ധൈര്യമായിട്ട് നിൽക്കുക. അതാണ് ആദ്യം വേണ്ടത്. അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ ഒരു കാരണം എന്നുള്ളത്, നിങ്ങൾ അത് കണ്ട് വേദനിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ്. നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുക. പിന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാർ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒത്തിരി ഭാര്യമാരെന്നല്ല, ഭർത്താവിൻ്റെ ഭാര്യ, അങ്ങനെ ഞാൻ പറയുന്നത്. ഭർത്താക്കന്മാർ, ഭാര്യമാർ എന്ന് പറയാം. അപ്പം അവർക്ക് പറയാനും അവരുടെ സങ്കടങ്ങൾ പറയാനും വിഷമങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ നിങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളൊരിക്കലും അവളെ തള്ളിപ്പറയില്ല. കാരണം ആർക്ക് എന്തസുഖം എന്നുള്ളത് ഈശ്വരൻ്റെ കയ്യിലാണ്. ചിലപ്പോൾ നിങ്ങളെല്ലാ കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങി ഓരോ ദിവസവും വളരെ വിഷമത്തോടുകൂടി ഇരുന്ന് ശരീരത്തിനും മനസ്സിനും അസുഖം വരുത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഭാര്യ. എന്നിട്ട് നാളെ നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയാണ് ഭാര്യ പെർഫെക്റ്റാണ്, ഒരു അസുഖമില്ല, നിങ്ങളുടെ കുറവ് കൊണ്ടാണ് കുട്ടി ഉണ്ടാവാത്തതെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ആ നിമിഷം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. ആദ്യം നിങ്ങളെ കുറ്റബോധം വേട്ടയാടാൻ തുടങ്ങത്തില്ലേ? കാരണം ഞാൻ ഇത്രയും നാളെ എൻ്റെ ഭാര്യയെ കുറ്റം പറഞ്ഞു. ചിലപ്പോൾ അത് തോന്നാത്ത മനുഷ്യരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾ തള്ളിപ്പറയില്ല, നിങ്ങളുടെ കൂടെ നിൽക്കും. ഭാര്യ പറയാം ആരോടും പറയണ്ട, ഇത്രയും നാളെ ഇങ്ങനെ പോയില്ല, അങ്ങനെ പോട്ടെ എന്ന് പറയും, അല്ലേ? അത് നമ്മുടെ പ്രശ്നമാണത്, മറ്റാരുടെയും പ്രശ്നമല്ല. നമ്മൾ ഭാര്യയുടെയും ഭർത്താവ് അവരുടെ കുടുംബമാണ്. അവരുടെ കുടുംബത്തിലെ പ്രശ്നം അവരുടേതാണ് വലുതായിട്ട്, മറ്റാർക്കും അത് വലുതല്ല. പിന്നെ ഇങ്ങനെ പറയുന്നവർ പറയാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നിങ്ങൾക്ക് ആണ് ഒരു കുഞ്ഞിൻ്റെ ആവശ്യം. മറ്റുള്ളവർ ഇപ്പോൾ ഇന്നൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, നാളെ കുഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് നേരെ അവർ തൊടുക്കുന്നത്, മറ്റെന്തെങ്കിലും അവർ കണ്ടെത്തും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. കുഞ്ഞ് എന്നുള്ളതിനെക്കുറിച്ച് വിഷമിക്കുകയേ ചെയ്യേണ്ട. ഒരു സമയമാകുമ്പം വരും, അവർ വരും, നിങ്ങൾക്കായിട്ടുള്ള ആൾ വരും. ഓക്കെ, വിഷമിക്കൊന്നും വേണ്ട. അവരൊക്കെ അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ. അവരാരും അതിൽ നിങ്ങളെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരു മനുഷ്യർക്കുമില്ല എന്ന് നിങ്ങൾ ആദ്യം കരുതുക. കാരണം ഒരു കുഞ്ഞിൻ്റെ വിഷമവും സഹിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും നാളും ജീവിച്ചില്ലേ? ആ കഴിവ് ഈ പറയുന്നവർക്കുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഒരു വിഷമവും അങ്ങനെ വെച്ചുകൊണ്ട് പോകണ്ട. അതങ്ങനെ സൈഡിലിരുന്നോട്ടെ. അത് നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ടും ബാധിക്കും. ആ സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ പോകണ്ട. പകൽ സമയത്തുള്ള ഉറക്കമൊക്കെ മാറ്റിവെച്ച് എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ ചെയ്യുക. വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്സിനും വ്യായാമം ആവശ്യമാണ്. അനങ്ങണം, നമ്മുടെ ശരീരം അനങ്ങണം നന്നായിട്ട്. ഞാൻ വീട്ടുജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു വ്യായാമമല്ല, അല്ലേ?
അപ്പോൾ നമ്മളുടെ ശരീരം അനങ്ങുവാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുക, വ്യായാമം കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് അയഞ്ഞു വരും. നമ്മൾ വർക്കിംഗ് കണ്ടീഷൻ, നമ്മൾ ഒരു യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഗ്രീസ് ഇട്ട് കൊടുക്കുക എന്നൊക്കെ, സൈക്കിളിനായാലും. അപ്പോൾ അത് സ്മൂത്തായിട്ട് മുന്നോട്ട് നീങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും നന്നായിട്ട് മുന്നോട്ട് നീങ്ങണമെങ്കിൽ അതിന് വ്യായാമം ആവശ്യമാണ്. അനാവശ്യമായ ഫുഡുകൾ ഒഴിവാക്കൂ, അത് ആദ്യം ചെയ്യൂ. വെളിയിൽ നിന്നുള്ള ഫുഡ് എല്ലാവർക്കും ടേസ്റ്റും കാര്യങ്ങളും, പക്ഷേ അതുപോലെ വിഷം വേറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കൂ. നിങ്ങൾക്കായിട്ടുള്ള സമയം വരുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കുക.